എൻ്റെ പേര് റെക്കോർഡായിട്ട് പേര് വർഗീസ് എന്നാണ്. വീട്ടിൽ വിളിക്കുന്നത് കുഞ്ഞുകുഞ്ഞ്. ഇത് സ്ഥലം പൈസക്കരി ഇടവകയാണ്. അപ്പോൾ ഞാൻ പൈസക്കരി ഇടവകയിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ചെറുപ്പം തുടങ്ങി എനിക്ക് കൃഷിയോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കൃഷിയോടായിരുന്നു. അതുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ കൂട്ടം കൃഷികൾ, ഇപ്പോൾ റബ്ബർ, തെങ്ങ്, കമുക്, കശുമാവ്, അതുപോലെ തന്നെ എന്ന് വെച്ചാൽ കൂടുതലും കിഴങ്ങ് കൃഷിയോട്, കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ, കിഴങ്ങ്. അപ്പോൾ ഇതൊക്കെ ഇന്നിപ്പോൾ അന്യം നിന്ന് പോകുന്ന കൃഷികളാണ്. പക്ഷേ ഇന്നും ഞാൻ എന്ന് വെച്ചാൽ ഒന്നും നഷ്ടപ്പെടാതെ ഇതൊക്കെ ഇന്ന് സംരക്ഷിച്ചുകൊണ്ട് പോരുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൂടാതെ തന്നെ ഉള്ള ഒരു കൃഷിയാണ് എനിക്ക് ഫ്രൂട്ട്സിനോടുള്ള വലിയ താല്പര്യം. അത് കർഷക മാസികയിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നല്ല ഐറ്റം ഫ്രൂട്ട്സ് ഏതൊക്കെയാണുള്ളത് നോക്കി അത് പലപ്പോഴായിട്ട് പേര് കേൾക്കുമ്പോഴേ മേടിക്കത്തില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പഠിച്ചിട്ട് ഏറ്റവും നമ്മുടെ ഈ മേഖലയ്ക്ക് നമ്മുടെ കാലാവസ്ഥയും ഒക്കെ ഇണങ്ങുന്നതും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അനുഭവങ്ങളുണ്ടാകുന്ന ചെടികളാണ് ഞാൻ കൂടുതൽ മേടിച്ച് വയ്ക്കാറുള്ളത്. ഏകദേശം ഒരു 50 മുകളിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെ കൃഷി ചെയ്യുകയും അത് നമ്മളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ വരുന്ന അയൽവക്കത്തും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കൊക്കെ കൂടുതൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതുകൊണ്ടൊന്നൊരു പൈസ ഉണ്ടാക്കുക എന്നുള്ളത് അല്ല ലക്ഷ്യം. അത്തരം ആ ഒരു ഇതിലേക്ക് ഞാൻ ഒരു കൃഷി ഞാൻ നോക്കിയിട്ടില്ല. ഇത് ബ്ലാക്ക് ഞാവൽ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഫ്രൂട്ട്സാണ്. ഇത് കായ്ച്ചിട്ടല്ല. ഇതിപ്പോൾ ഒരു 2 വർഷം കൂടെ കഴിഞ്ഞാലേ കായ്ക്കത്തുള്ളൂ. നല്ല ടേസ്റ്റുള്ള നല്ല വൈറ്റമിൻ ഉള്ള ഒരു ചെടിയാണ് അത്. ബ്ലാക്ക് ഞാവൽ എന്ന് പറയും. ഇത് വൈറ്റ് ഞാവൽ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സാണ്. ഇത് ഈ വർഷം കഴിഞ്ഞ വർഷത്തോടെ ഇത് കായ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒന്നാമത് തന്നെ ഈ സമയം ഒന്നിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ സമയമല്ല, ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞ സമയമാണ്. ഇതും നല്ല വൈറ്റമിൻ, നല്ല കൊലയായിട്ട് ഇത് കായ്ക്കും. നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട്സാണ് ഈ വൈറ്റ് ഞാവൽ എന്ന് പറയുന്നത്. നമ്മുടെ ഈ മേഖലകളിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ഫ്രൂട്ട്സാണ് ആത്ത എന്ന് പറയും. ഇതിൻ്റെ ഫ്രൂട്ട്സ് സാധാരണത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട്സാണ്. നല്ല ടേസ്റ്റി ഫ്രൂട്ട്സാണ്. ഒത്തിരി രോഗപ്രതിരോധന ശക്തി കിട്ടുന്ന ഫ്രൂട്ട്സാണ് ഈ ആത്ത എന്ന് പറയുന്നത്. ഇത് തന്നെ പല വെറൈറ്റി ഉണ്ട്. ആത്ത, മുള്ളാത്തയുണ്ട്, അതുപോലെ തന്നെ റൊളീനിയോ എന്ന് പറയുന്ന ഒരു ആത്തയുടെ വേറൊരു വിഭാഗമുണ്ട്. സീതപ്പഴം എന്ന് പറയുന്ന ഒരു ആത്തയുണ്ട്. അങ്ങനെ പല വെറൈറ്റി ആത്തയുണ്ട്. അതിൽ സാധാരണ നമുക്ക് നാടൻ പ്രദേശത്ത് സാധാരണ കാണുന്ന ഒരു ആത്തയാണ് ഇത്. ആണ്ടിലെ ഏകദേശം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ ഒരു 2-3 പ്രാവശ്യമൊക്കെ എങ്കിലും ഇത് പൂവിട്ട് കായ്ക്കുന്നത്. പിള്ളേർക്കാണേലും കൊച്ചുകുട്ടികൾ തുടങ്ങി വലിയൊരു വരെയാണേലും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട്സാണ് ഈ ആത്ത എന്ന് പറയുന്ന ഫ്രൂട്ട്സ്. ഇത് 6-7 വർഷം മുമ്പ് മേടിച്ച ഒരു ഗ്രാപ്റ്റ് പുളിയാണ്. വളരെ എല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ കായ്ക്കുന്ന, മാത്രമല്ല ഈ പുളിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഒരു പുളി പോലെയല്ല, വളരെ വലുതായിട്ടും ഒരു കിലോ തൂക്കമുള്ള പുളിയാണ്. നല്ല ചുളക്കൊട്ടിയുള്ള നല്ല പുളി രസമുള്ള ഒരു ഐറ്റം പുളിയാണിത്. എല്ലാ വർഷവും ഇത് കായ്ക്കും. മാത്രമല്ല ഇതിൻ്റെ സാധാരണ പുളി എന്ന് വെച്ചാൽ ഒത്തിരി ഹൈറ്റിൽ വളരും. പക്ഷേ ഇത് ഇങ്ങനെ ഗ്രാപ്റ്റ് പുളിയായതിൻ്റെ പേരിൽ പടർന്ന് പന്തലിച്ച് നിലം മുട്ടി ഇത് കിടക്കുന്ന ഒരു പുളിയാണിത്. എല്ലാ വർഷവും ശരാശരി നല്ല കായുണ്ട്. നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഇത് തന്നെ. നമ്മൾ ഇതിൻ്റെ പുളി പറിച്ച് പഴുത്ത് ഉണങ്ങി നമ്മുടെ വീട്ടാവശ്യത്തിനും അതുപോലെ തന്നെ മിച്ചമുള്ള പുളി നമുക്ക് കടകളിൽ നമുക്ക് വിൽക്കാനായിട്ട് പറ്റും. പുളിക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട്. ഇപ്പോൾ സാമാന്യം കുഴപ്പമില്ലാത്ത നമുക്ക് ഒരു എക്സ്ട്രാ വരുമാനമാണ് ഈ പുളി എന്ന് പറയുന്നത്. വലിയ ഇത് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല, വലിയ അധ്വാനമില്ലാത്ത ഒരു
കൃഷിയാണ് ഈ പുളി എന്ന് പറയുന്നത്. ഇത് പിന്നെ മട്ടോവ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സാണ്. മട്ടോവ ഇതിനെപ്പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല, എങ്കിലും പിന്നെ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഫ്രൂട്ട്സാണ്. ഇത് അടുത്ത വർഷം ഇത് കായ്ക്കും. ഇതിൻ്റെ ടോപ്പിൽ വലിയ കൊലയായിട്ട് വന്നിട്ട് ഏകദേശം ഒരു നെല്ലിക്കായുടെ വലിപ്പത്തിൽ ചെറിയ തൊണ്ട് പൊളിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഇത് ഈ റംബൂട്ടാൻ പോലെ, പക്ഷെ അത് അത്രയും വലിപ്പമില്ല, കുറച്ച് ചെറിയ ഫ്രൂട്ട്സാണ്. ഒരു നെല്ലിക്കായുടെ മുഴുപ്പ് ഇതിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ടാവുള്ളൂ. ഇത് കൊലയായിട്ടുണ്ടാകുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട്സാണ് മട്ടോവ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാടൻ വെറൈറ്റി അല്ല, നമ്മുടെ ഇവിടെ പിന്നെ കേരളത്തിലെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യയുടെ അല്ല ഇത് വിദേശ തായ്ലൻഡ് പ്രധാനമായിട്ടും കൂടുതൽ ഇങ്ങനെ ഇത്തരം പഴങ്ങളൊക്കെ എന്ന് വെച്ചാൽ തായ്ലൻഡ്, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഉള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിലും അങ്ങനെയുള്ള സ്ഥലം കൂടുതലും ഇത് തായ്ലൻഡ് ഭാഗത്തുനിന്ന് വരുന്ന ഫ്രൂട്ട്സുകളാണ് ഇതൊക്കെ. ഇത് നമ്മളെ കേരളത്തിൽ അപൂർവമായിട്ട് കാണുന്ന ഒരു ചെടിയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇത് പല സ്റ്റേറ്റിലും ഇത് പിന്നെ ഇതിന് മുൻപ് കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി പറയുന്നത് പിന്നെ രാജാക്കന്മാർക്ക് മാത്രം വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അവർക്ക് മാത്രം വെച്ച് പിടിപ്പിക്കാവുന്ന അവർ മാത്രമേ ഇത് വെച്ച് പിടിപ്പിക്കുമായിരുന്നുള്ളൂ. കാരണം മറ്റുള്ളവർക്കൊന്നും ഈ ചെടി വെച്ച് പിടിപ്പിക്കാനായിട്ട് സാധ്യമല്ലായിരുന്നു. കാരണം അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കൊടുക്കുമായിരുന്നു. കെപ്പൽ എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. കെപ്പൽ ഇതിൻ്റെ ഫ്രൂട്ട്സ് ഇങ്ങനെ ഈ ശകരത്തെ കൂടെ ഇങ്ങനെ പൂവിട്ടിട്ട് നമ്മൾ കൊക്കോയുടെ കാ പോലെ ഇങ്ങനെ നിറച്ചും ഇത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു സ്മെല്ലും പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ശ്വസിക്കുന്ന വായു ശ്വസനത്തിലും ഒക്കെ ഒരു പ്രത്യേക സ്മെല്ല്, ഒരു പെർഫ്യൂം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇത് കായ്ച്ചിട്ടില്ല, എന്നാലും 2 വർഷത്തിനുള്ളിൽ ഈ ഫ്രൂട്ട്സ് കായ്ക്കും, ചെടി കായ്ക്കും. ഈ ഫ്രൂട്ട്സ് അബിയു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സാണ്. ഇപ്പോൾ നഴ്സറിയിലൊക്കെ ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരു ഫ്രൂട്ട്സാണ് ഈ അബിയു എന്ന് പറയുന്നത്. ഇത് പല വെറൈറ്റി ഉണ്ട്. ഒരു 6-7 വെറൈറ്റി നമ്മളിപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ കായാക്കിയാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട്സാണ് അബിയു എന്ന് പറയുന്നത്. അപ്പോൾ ഈ അബിയു കഴിഞ്ഞ വർഷം തുടങ്ങിയത് കായ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ സമയം ഇപ്പോൾ ഇത് പൂവായി വരുന്ന സമയമാണ്. ഒരു 15-20 ദിവസം കൊണ്ട് ഇതിൻ്റെ മുഴുവൻ തണ്ട്, ഈ മരം മൊത്തം ഇത് പൂക്കും. വളരെ പിന്നെ നിറയെ പൂക്കുന്ന ഒരു ചെടിയാണ് ഇത് അബിയു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കായും പിടിക്കും. വളരെ ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട്സാണ് അബിയു എന്ന് പറയുന്നത്. ഇത് വിദേശ പഴമാണ്. വിദേശത്തു നിന്ന് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള, ഇവിടെ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് ഇത് എല്ലാവരും തന്നെ ഇപ്പോൾ ഇത് കൃഷി ചെയ്യുന്നുണ്ട്, അബിയു എന്ന് പറയുന്നത്. ഇത് അവക്കോട എന്ന് പറയും, അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന ഒരു ഫ്രൂട്ട്സാണ്. ഇത് പിന്നെ ആദ്യം നമ്മുടെ കേരളത്തിലെ ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ ഈ ചെടി അധികം പിടിക്കലായിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ പറ്റുന്ന ഈ കാലാവസ്ഥയ്ക്ക് പിടിക്കുന്ന ചെടി ഇപ്പം പുതിയതായിട്ട് ഇത് കണ്ടുപിടിച്ച് കൃഷിഭവനിലൂടെ ഇത് വിതരണം ചെയ്ത ഒരു ചെടിയാണിത്. ഇത് കൂടുതൽ ഇത് കാണുന്നത് ഈ കർണാടക മേഖലകളിൽ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ്. പക്ഷേ നമ്മുടെ ഇപ്പം ഇവിടെ പുതിയ വെറൈറ്റി ചെടി അവർ ഉഷ്ണമേഖലയുമായിട്ട് നമ്മുടെ ഈ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവിടെ പുതിയ ചെടികൾ പിറക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല കായുണ്ടാവും, പക്ഷേ ഇത് കായ്ച്ചിട്ടില്ല. ഇത് പുതിയ ചെടിയാണ്, 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഈ ചെടി വെച്ചിട്ട്. അവക്കോട എന്ന് പറയും ഈ ചെടിക്ക്. എൻ്റെ പേര് മേരിക്കുട്ടി, വർഗീസിൻ്റെ ഭാര്യയാണ്. ഫ്രൂട്ട്സുകൾ തൈകൾ നടുന്നതിനോടൊപ്പം ഞങ്ങൾ അതിനിടയിലൂടെ കൃഷികൾ നടത്തുന്നുണ്ട്. അതിലൊന്നാണ് ചേമ്പ് ചെടി, ചീരച്ചേമ്പ്. അതിനുള്ള പ്രത്യേകത ഇലയും തണ്ടും എല്ലാം ഒരുപോലെ ഒന്നിച്ച് കറി വെക്കാൻ സാധിക്കുന്ന ഒരു ചെടിയാണ്.
നടുന്ന രീതി സാധാരണ ചേമ്പ് നടുന്ന പോലെ തന്നെ നമ്മൾ കുഴിയെടുത്തിട്ട് അത് നടുകയാണ്. മണ്ണ് മാറ്റിയിട്ട് നട്ട് മണ്ണും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഇലയും തണ്ടും വരും. നമുക്ക് അതിൻ്റെ ഇലയും തണ്ടും ഒന്നിച്ച് ഒരേപോലെ എടുത്ത് കറി വെക്കാവുന്ന ഒരു ചേമ്പാണിത്. വളം സാധാരണ ഞങ്ങളുടെ പറമ്പിൽ ജൈവവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, രാസവളം ഉപയോഗിക്കാറില്ല. ഇതിന് ജൈവവളം ചാണകപ്പൊടിയൊക്കെ ഇട്ടാണ് ഇത് വളർത്തിയെടുക്കുന്നത്. ഇത് വെള്ളക്കൂവയാണ്. വെള്ളക്കൂവയെന്ന് പറഞ്ഞ് സാധാരണ നമ്മുടെ ഇപ്പോൾ ഈ നാട്ടിലൊന്നും ഇല്ല. പണ്ടൊക്കെ കൂവ ധാരാളം കൃഷി ചെയ്തിരുന്നു. ഇത് കൂവ ഞങ്ങൾ കാസർഗോഡ് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന വെള്ളക്കൂവയെന്നാണ് ഇത്. ഇതിൻ്റെ വിത്ത് എടുത്ത് സാധാരണ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കുഴികളുണ്ടാക്കി അതിനകത്ത് നട്ട് ജനുവരി മാസത്തോടുകൂടി ഇത് പറിച്ച് കഴിഞ്ഞിട്ട് ഇത് ഉരച്ചാൽ ഇതിൻ്റെ പൊടി നൂറെടുക്കും. വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ഇതിൻ്റെ നൂറെടുത്തിട്ട് ഇത് നല്ലൊരു മരുന്നാണ്, ഒരു ഔഷധ മരുന്നാണ്. ഇത് ഷുഗറുള്ളവർക്കും യൂറിൻ കംപ്ലൈൻ്റ് ഉള്ളവർക്കും എല്ലാം ഈ പൊടി നല്ല വിലയുള്ളൊരു പൊടിയാണ്. ഇങ്ങനെ ആ പൊടിയാക്കിയിട്ട് ഞങ്ങളത് സൂക്ഷിച്ച് വെച്ച് ഞങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അത് നല്ലൊരു ചെടിയാണ്. പിന്നെ വെള്ളക്കൂവ നടുന്ന സമയം സാധാരണ മഴ പെയ്ത് കഴിയുമ്പം ഇത് നടാൻ പറ്റും. അത് കഴിയുമ്പോൾ ജനുവരി മാസത്തിലാണ് ഇതിൻ്റെ കിഴങ്ങ് മാന്തി എടുത്തിട്ട് നമ്മളത് അന്നേരം നല്ല നൂറാണ്. അത് ഉരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി 3 ദിവസം ഇങ്ങനെ കലക്കി തെളി ഊറ്റി മട്ടിങ്ങനെ വെച്ചാൽ പിന്നെ ലാസ്റ്റ് അതിൻ്റെ നൂറെടുത്തിട്ട് നമ്മൾ തുണിയിൽ വിരിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിയായിട്ട് സൂക്ഷിച്ച് വെക്കുന്നു. അങ്ങനെ എന്നിട്ട് അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോ സ്പൂൺ എടുത്ത് പാലിനകത്ത് കലക്കി കഴിച്ചു കഴിഞ്ഞാൽ യൂറിൻ കംപ്ലൈൻറ്റ് മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉള്ളത് പോകും. ഇനി ഷുഗറിനും വളരെ നല്ലൊരു മരുന്നാണ് ഇത്. ഇത് കൊച്ചിച്ചേമ്പാണ്. അന്യം നിന്ന് പോയ ചേമ്പാണ്. പണ്ട് വീടുകളിൽ എല്ലാ വീട്ടിലും തന്നെ കൊച്ചിച്ചേമ്പുണ്ടായിരുന്നു. ഈ കൊച്ചിച്ചേമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം ഒരു ചുവട് പറിച്ചാൽ ഒരു കൊട്ട നിറച്ചും കാണും. ആ ചേമ്പ് ചെറിയൊരു ചൊറിച്ചിലുണ്ടായിരിക്കും. എങ്കിൽ പോലും ഇത് കപ്പയോട് ഇട്ട് വേവിക്കാനും ഇത് തനിയെ വേവിക്കാനും കറി വെക്കാനും എല്ലാം നല്ല ചേമ്പാണ്. അല്പം കുടംപുളി ഇട്ട് വേവിച്ച് അത് ഊറ്റി കഴിഞ്ഞാൽ അത് കപ്പയോട് ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല പച്ചക്കപ്പയോട് ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ചേമ്പാണ് ഇത് കൊച്ചിച്ചേമ്പ്. അത് ഞങ്ങൾ കുറച്ചിവിടെ നന്നി നിന്ന് പോയിട്ട് ഞങ്ങൾ പിടിപ്പിക്കുന്നുണ്ട്. കൊച്ചിച്ചേമ്പുണ്ട്, ചീമച്ചേമ്പുണ്ട്, കൊട്ടച്ചേമ്പുണ്ട്, അങ്ങനെ 3, പിന്നെ ചീരച്ചേമ്പ്, അങ്ങനെ 4 സൈസ് ചേമ്പ് ഞങ്ങൾ വളർത്തുന്നുണ്ട്. ഇതിൻ്റെ പേര് കൊച്ചിച്ചേമ്പ് എന്നാണ്. ധാരാളം കഴിഞ്ഞ പ്രാവശ്യം പന്നി ഇറങ്ങി ഞങ്ങളുടെ പറമ്പിലുള്ള സാധനം മുഴുവൻ കുത്തി കളഞ്ഞു. ഞങ്ങളിപ്പം സ്ഥിരമായിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളൊരു വചനം ചൊല്ലി, വിശുദ്ധ ലൂക്ക 10:19, ആ വചനം ചൊല്ലി ഞങ്ങൾ ദിവസവും ഞങ്ങൾ കുടുംബം ഒന്നാകെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ പന്നി പോലും ഞങ്ങളുടെ പറമ്പിൽ വന്നെങ്കിൽ പോലും ഒന്നും നശിപ്പിച്ചില്ല. അങ്ങനെ ദൈവാനുഗ്രഹത്താലാണ് ഞങ്ങളുടെ കൃഷികളെല്ലാം ഇപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നത്. ഇത് വേറെ ഒരു വെറൈറ്റി ചേമ്പാണ്. ഇത് 4ാമത്തെ സൈസ് ചേമ്പാണ്. ഈ ചേമ്പിൻ്റെ പേരാണ് കൊട്ടച്ചേമ്പെന്ന്. ഇത് കൊട്ടച്ചേമ്പെന്ന് പറയാൻ തന്നെ കാരണം ഇത് ഒരു ചുവട് പറിച്ചു കഴിഞ്ഞാൽ ഒരു കൊട്ട നിറയെ വിത്ത് കിട്ടും, നല്ല വിത്ത്. ആ ചേമ്പൻ വിത്ത് നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ കപ്പയുടെ കൂടെ ഇട്ട് വേവിക്കാനും വളരെ നല്ലൊരു ചേമ്പാണ്. അതിൻ്റെ പേരാണ് കൊട്ടച്ചേമ്പ്. അത് സാധാരണ ചേമ്പ് നടുന്ന പോലെ തന്നെ നട്ട് ചവറെല്ലാം ചുവട്ടിലടുക്കി കർക്കിടക മാസത്തിൽ ഇതിന് ചുവട്ടിൽ മണ്ണും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും ധാരാളം ചേമ്പ് പറിച്ചെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ചേമ്പാണ് ഈ കൊട്ടച്ചേമ്പ്. അത് ഞങ്ങൾ രാസവളമൊന്നും ഉപയോഗിക്കാറില്ല. സാധാരണ ചാണകപ്പൊടിയും ചാരവും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഈ ചേമ്പിനും എല്ലാത്തിനും ഉപയോഗിക്കാറുള്ളൂ. ഒരു ചുവട്ടിൽ നിന്ന് 5 കിലോന് 5 മുകളിലായിട്ട് കിലോ തൂക്കം വരുന്ന ചേമ്പ് കിട്ടാറുണ്ട് ഇങ്ങനത്തെ ചേമ്പിന്. ഞങ്ങൾ ഈ സ്ഥലത്ത് കപ്പ, ചേമ്പ്, ചേന, കാച്ചിൽ, ചെറുകിഴങ്ങ് ഇതെല്ലാം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആവശ്യത്തിന് ധാരാളം വിളവുകൾ ലഭിക്കാറുണ്ട്. കപ്പയൊക്കെ നടുന്നത് തടവെടുത്തിട്ട് ചാണകപ്പൊടി ആദ്യം കൊണ്ടിടും. അത് കഴിഞ്ഞിട്ട് കപ്പത്തണ്ട് എടുത്ത് 3 പ്രാവശ്യമായിട്ട് ഇത് വരഞ്ഞ് ഇത് തൊലി മാറ്റി കഴിഞ്ഞിട്ടാണ് അത് നടുന്നത്. അത് കഴിയുമ്പം ആ ചുവട്ടിൽ തന്നെയല്ല, വരഞ്ഞിടത്തോളം ഭാഗത്തും കൂടെ വേര് പിടിച്ച് കഴിയുമ്പം നല്ല വിളവാണ് കപ്പയ്ക്ക്. ഒരു ചുവട് കപ്പയിൽ നിന്നൊക്കെ 3 കിലോ 3.5 കിലോ ഉണക്കക്കപ്പ വരെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഞങ്ങളുടെ ആവശ്യമുള്ള ഉണക്കക്കപ്പയും പച്ചക്കപ്പയും അതിൽ ആവശ്യം കഴിഞ്ഞിട്ട് മിച്ചമുള്ളത് മാത്രമേ വയ്ക്കുകയുള്ളൂ. അതുപോലെ ചേനയാണെങ്കിലും മുള കുത്തി വെച്ച് കഴിഞ്ഞാൽ 4 മുള വരെ വരും. അപ്പോൾ 4ആയിട്ട് മുറിച്ച്
ചേന ചാണകപ്പൊടി ഇട്ട് അതിൻ്റെ മുകളിൽ ചേന കൊണ്ട് വെച്ച് കുറച്ച് മണ്ണ് മാത്രമേ ഇടുകയുള്ളൂ, ബാക്കി ചവറ എടുക്കുന്നത്. ഇത് കപ്പയുടെ ചൂട്ടിലും അതെ, മണ്ണ് ഇളകാതിരിക്കാൻ വേണ്ടി ചവറ അടുക്കുക ചെയ്യുന്നത്. ചവറ അടുക്കി വെച്ച് കപ്പ ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ മണ്ണിന് ഒരിക്കലും ഉറപ്പുണ്ടാകുകയില്ല, നല്ല ഇളക്കമാണ്, നല്ല വിളവുണ്ട് കപ്പയ്ക്ക്. അതുപോലെ ചേനയ്ക്ക് കർക്കിടക മാസത്തിലാണ് മണ്ണ് കടവെടുത്തിട്ടാണ് ചേന കുത്തി മൂടുന്നത്. അത് പറിച്ച് കഴിയുമ്പോഴത്തേനും 10-12 കിലോ വീതം ഉണ്ട് ഓരോ ചേന ആവശ്യമുള്ളവർക്കെല്ലാം ഞങ്ങൾ കൊടുക്കാറുണ്ട്. കപ്പയും അതുപോലെ സാധനങ്ങളെല്ലാം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് കാച്ചിലാണെങ്കിലും അരക്കോല് താഴ്ചയിൽ കുഴിയെടുത്തിട്ട് അത് നിറച്ച് കരിയിലിട്ട് നിറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് നിറച്ച് അതിൻ്റെ മുകളിലാണ് കാച്ചിൽ നടുന്നത്. കാച്ചിൽ നമ്മൾ ലാസ്റ്റ് പറിച്ച് മടുക്കും. അതുപോലെ ഞങ്ങൾക്ക് വിളവുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് തമ്പുരാൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തമ്പുരാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കുന്നതെല്ലാം തമ്പുരാൻ ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് തരുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് നിന്ന് മാത്രമാണ് ഞങ്ങളുടെ കൃഷിയെല്ലാം ഇങ്ങനെ പോകുന്നത്. പന്നിയുടെയൊക്കെ ശല്യം ധാരാളം ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ഈ കൃഷികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ പേര് സിനി, ഞാൻ ഇവിടുത്തെ മൂത്ത മരുമോളാണ്. പപ്പായുടെ ഫ്രൂട്ട്സിൻ്റെ പുറമെ ഈ കാണുന്ന കമുകുകളുടെയുണ്ട്. ഇത് ഏകദേശം നട്ടിട്ട് 5 വർഷമായി. 2 വർഷമായി കായ്ക്കാൻ തുടങ്ങിയിട്ട്. എല്ലാ വേനൽക്കാലത്ത് ഞങ്ങളിത് നനയ്ക്കുന്നതാണ്. ഞങ്ങൾക്ക് വറ്റാത്ത വെള്ളമുണ്ട്. ചെറിയൊരു തോട്ടിൽ നിന്ന് ഓസിക്കൂടെ വെള്ളം കണ്ടിന്യൂസായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ കമുകിൻ്റെ ചുവട്ടിലും മാറി മാറി ഓസ് വെച്ച് ഞങ്ങൾ നനയ്ക്കുന്നതാണ്. ദൈവാനുഗ്രഹത്താൽ ഞങ്ങളുടെ കമുങ്ങിന് കേടൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. കമുകിനോടൊപ്പം തന്നെ ഇടവിളയായി കൊക്കോയും കൃഷി ചെയ്യുന്നുണ്ട്. 5-ാം വർഷം മുതൽ ഇത് കായ്ക്കാൻ തുടങ്ങും. ഈ വർഷം ഏകദേശം സാമാന്യം ഒരുവിധം നല്ല വില കിട്ടുന്നുണ്ട്. ഞങ്ങളിത് ചന്ദനക്കാമ്പാറയിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇപ്പോഴത്തെ വില അനുസരിച്ച് 1 കിൻഡലിന് 8500 രൂപ കിട്ടും. ഞങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ ഒരു അതിർത്തി മൊത്തം തോടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമമില്ല. എല്ലാ കൃഷികളും നനയ്ക്കുവാനുള്ള വെള്ളം ഞങ്ങൾക്ക് വേനൽക്കാലത്ത് ലഭിക്കുന്നുണ്ട്. ദൈവം ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ ഈ നീരുറവ കാണുന്നത്. ഈ ഫ്രൂട്ട്സ് വളരെ ചുരുങ്ങിയ വർഷമായിട്ടുള്ളൂ നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ ഇത് വന്നിട്ട്. ഇതൊരു വിദേശ പഴമാണ്. ഇത് ലോങ്ങൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സാണ്. ലോങ്ങൻ. ഈ ലോങ്ങൻ ഇന്നിപ്പം ഒത്തിരി വെറൈറ്റി ലോങ്ങൻ ഉണ്ട്. ഇത് ലോങ്ങൻ തോങ് പോങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ലോങ്ങനാണ്. ഇതിൻ്റെ ഫ്രൂട്ട്സും ഈ പറഞ്ഞ പോലെ കൊലയായിട്ട് വന്നിട്ട് ആ കൊലയിൽ ഏകദേശം ഒരു നെല്ലിക്കായുടെ മുഴുപ്പിൽ വരുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട്സാണിത്. ഇത് ആണ്ടിലെ ഒരു തവണ മാത്രമേ കായ്ക്കുള്ളൂ. ഇത് കായ്ച്ചിട്ടില്ല. ഇത് അടുത്ത വർഷത്തേക്ക് ഇത് പൂവിടും. കാരണം ഇത് വളർച്ചയായിട്ടുണ്ട്. ഇപ്പം മഴക്കാലമായതുകൊണ്ടാണ് പൂവ് ആകാത്തത്. ഈ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും ഇത് പൂവാവും. ഇതിൻ്റെ 3 വെറൈറ്റി ആണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. ഇത് തോങ് പോങ്, അതുപോലെ തന്നെ ഇപ്പോഴത്തേക്ക് മാറുമ്പോൾ ഇത് അരോമാ ദൊരിയൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അരോമാ ദൊരിയൻ. ഇതും ലോങ്ങൻ എന്ന് പറയുന്ന ചെടിയുടെ ആ ഒരു വെറൈറ്റിയാണ് അരോമാ ദൊരിയൻ. അതിനപ്പുറം ഒരു ഇതുണ്ട്. അതിൻ്റെ വെറൈറ്റിയുടെ പേര് ഡയമൗണ്ട് റിവർ എന്ന് പറയും. ഡയമൗണ്ട് റിവർ. ഇത് ജപ്പാൻ പേര എന്ന് പറയുന്ന ഒരു പേരയാണ്. ഇത് ഓൾ സീസണാണ്. ഇത് എപ്പോഴും ഇത് പൂവും കായും ഉണ്ടാവും. നല്ല ടേസ്റ്റുള്ള, അകത്താണെങ്കിലും ഈ സാധാരണ പേര പോലെയല്ല, കുരു വളരെ കുറവാണ്. നല്ല ടേസ്റ്റുള്ള ഒരു പേരയാണിത്. ഓൾ സീസണാണ്. എല്ലാ സമയം തന്നെ ഇതിനകത്ത് ഇങ്ങനെ കായ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് 2 പ്രാവശ്യം കായ ഉണ്ടായതാണ്. ഇപ്പം കായുണ്ട്, പക്ഷേ ഇത് മൂത്തില്ല. ഏകദേശം ഒരു 1/2 കിലോ വരെ തൂക്കം വരുന്ന നല്ല മുഴുത്ത പേരയാണിത്. നല്ല ടേസ്റ്റുള്ള പേര.
ഇത് ഈ ചെടി എഗ് ഫ്രൂട്ട് അല്ലെങ്കിൽ മുട്ടപ്പഴം എന്ന് പറയും. ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ ഇവിടെ പിന്നെ ഉള്ള ഒരു ചെടിയാണ്. മുട്ടയുടെ ചുമന്ന ഉണ്ണിയുടെ ഒരു കുരുവിൻ്റെ രീതിയിലാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ്. നല്ല ടേസ്റ്റുള്ളതാണ്. പക്ഷേ ചിലരൊന്നും അത്ര ഇഷ്ടമില്ല. എങ്കിലും പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട്സാണ് ഇത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെടിയാണ്. ഇത് ഈ ചെടി വെച്ചിട്ട് ഒരു 3-4 ദിവസമായുള്ളൂ. ഇത് നമ്മുടെ ഇവിടെ അപൂർവമായിട്ടുള്ളൊരു ചെടിയാണ്. റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറയും. നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട്സാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ട് കായ്ക്കും. ഇത് പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും നല്ല പഴമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇത് മേടിച്ചു വെച്ചതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇത് പിന്നെ ഫോറസ്റ്റിൽ സാധാരണ കണ്ടുവരുന്ന ഒരു ഫ്രൂട്ട്സാണ് മൂട്ടിപ്പഴം എന്ന് പറയുന്നത്. ഇത് കായ്ക്കാൻ തുടങ്ങിയത് ഇതിൻ്റെ തടി നിറച്ചും, ഇത് ചെറിയ ചെടിയാണ്, ഇതിൽ 2 വർഷത്തിനുള്ളിൽ ഇത് കായ്ക്കും. കമ്പ് നിറച്ചും ഒരു നല്ല കളറുള്ള ചുമന്ന ഇങ്ങനെ പൂക്കലയായിട്ട് കായ്ക്കുന്ന ഒരു ചെടിയാണ്. നല്ല പുളിയും അതുപോലെ തന്നെ മധുരമുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട്സാണ് മൂട്ടിപ്പഴം. ഇത് വെച്ചിട്ട് ഒരു 4 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഒരു 2 വർഷത്തിനുള്ളിൽ ഇത് കായ്ക്കും മൂട്ടിപ്പഴം. ഇത് റംബൂട്ടാൻ N18 എന്ന് പറയുന്ന റംബൂട്ടാനാണ്. നമുക്കറിയാം ഈ റംബൂട്ടാൻ ഒത്തിരി രാജ്യങ്ങളുടെ വിവിധ വെറൈറ്റി റംബൂട്ടാനുണ്ട്. അതിൽ N18 എന്ന് പറയുന്ന നല്ല ടേസ്റ്റുള്ള റംബൂട്ടാനാണ്. ഇത് മലേഷ്യയുടെ ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് ഞാൻ കാഞ്ഞിരപ്പള്ളി കോൺഗ്രോൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ ഒരു നഴ്സറിയിൽ നിന്നും അവരുടെ തൈ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന തൈയാണിത്. ഈ ഫ്രൂട്ട്സ് റംബൂട്ടാനോട് സാമ്യമുള്ള, അതിൻ്റെ ഫ്രൂട്ട്സ് ഏകദേശം വളരെ സാമ്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ പേര് പുലാസാൻ എന്നാണ് അറിയപ്പെടുന്നത്. പുലാസാൻ ഇതും നല്ല റംബൂട്ടാനെക്കാട്ടിലും ടേസ്റ്റുള്ളൊരു പഴമാണ്. സാമ്യമുണ്ട്, പക്ഷേ റംബൂട്ടാൻ്റെ പോലെ ആ പഴത്തിൻ്റെ പുറത്തുള്ള കവറിങ്ങിൽ ഉള്ളൊരു വ്യത്യാസമാണ്. നല്ല ടേസ്റ്റുള്ള, ഇത് കുരുവടക്കം, ഇതിനകത്തെ കുരുവടക്കം നമുക്ക് കഴിക്കാം. നല്ല സൂപ്പർ സാധനമാണ്. ഇത് കോൺഗ്രോൻ്റെ ഒരു ചെടിയാണിത്. പുലാസാൻ ഒരു വിദേശ പഴം തന്നെയാണിത്. ഇതൊരു ചാമ്പയാണ്. ഇതിന് പേര് പറയുന്നത് ദൽഹാരി ചാമ്പയാണ്. ദൽഹാരി ചാമ്പ എന്ന് പറയണമെങ്കിൽ ഇന്നിപ്പോൾ നമുക്കുള്ള ഈ പല വെറൈറ്റി ചാമ്പ ഇന്നുണ്ട്. അതിൽ ഏറ്റവും ടേസ്റ്റുള്ള ഒരു ചാമ്പയാണെന്നാണ് അവകാശപ്പെടുന്നത്. ഞാനിത് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതിങ്ങനെ കുറ്റിച്ച് വളരുന്ന ഒരു ചെടിയാണ്. ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ചാമ്പയാണ്. ഒത്തിരി വെറൈറ്റി ഉണ്ട് ചാമ്പ, ഒത്തിരി വെറൈറ്റി ഉണ്ട്. അത് ഏറ്റവും നല്ലൊരു ടേസ്റ്റുള്ള ചാമ്പയാണ് ഇത്, ദൽഹാരി ചാമ്പ. ഇത് പനീർ ചാമ്പ എന്ന് പറയുന്ന ഒരു ചാമ്പയാണ്. ഇത് ഒരു വലിയ മരമായിരുന്നു. ഇത് എരമ്പായതിൻ്റെ പേരിൽ ഞാൻ ഈ ചാമ്പ വെട്ടിയിട്ട് ഇതിൻ്റെ ചെറിയ കമ്പെടുത്ത് ഇത് പതി വെച്ചിരിക്കുന്ന ഒരു രീതിയാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പതി വെച്ച് ചാണാനും അതുപോലെ തന്നെ ചകിരിച്ചോറ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് തേങ്ങയുടെ ചകിരിക്കകത്താക്കി ഇത് തൊലി കളഞ്ഞ് പതി വെക്കുന്ന ഒരു രീതിയാണ്. ഇത് ഇപ്പോൾ സർവ്വസാധാരണമാണ്. ഇങ്ങനെ പതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 40-45 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ മുറിപ്പാടിൽ നിന്നും വേര് പെട്ടി പുറത്തേക്ക് കവർ ചെയ്യും. അപ്പോൾ അത് ഈ ഭാഗം കണ്ട് മുറിച്ചെടുത്തിട്ട് നമുക്കിത് നടാം. അങ്ങനെ നട്ട് കഴിയുമ്പോൾ തന്നെ ഒരു 2-ാം വർഷം ഇതിൽ കായാകും. തന്നെയല്ല, ഇത് മാതൃ ചെടിയെ പോലെ ഇത് വലിയ ഹൈറ്റിൽ വളരുകയില്ല. ഇതിങ്ങനെ കുറ്റിച്ച് ഇത് വളർന്നോളും. അതുപോലെ തന്നെ നമുക്ക് മറ്റ് കീടങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും വാവൽ മുതല ശല്യങ്ങളിൽ നിന്നൊക്കെ നമുക്കിതിനെ സംരക്ഷിക്കാൻ പറ്റും. നെറ്റിട്ട് കൊടുത്താൽ മതി. വലിയ മരമാണെങ്കിൽ നമുക്ക് അങ്ങനെ സംരക്ഷിക്കാൻ വിഷമം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെടി പിടിപ്പിക്കുകയാണെങ്കിൽ ഏത് വലിയ ചെടികൾ നമുക്ക് അതിൻ്റെ തൈകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് പറിച്ചെടുക്കാനും എല്ലാം നമുക്ക് വളരെ എളുപ്പമാണ്. വളരെ പൊക്കം കുറഞ്ഞ് കായ്ക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. തന്നെയല്ല, മാതൃവൃക്ഷത്തിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് ഇത് ഫ്രൂട്ട്സ് ഉണ്ടാവുകയും ചെയ്യും. അതതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ മാവ്, പ്ലാവ്, അതുപോലെ തന്നെ ചാമ്പ, വിവിധതരം ചാമ്പ,
ഈ റംബൂട്ടാൻ ഇതൊക്കെ നമുക്ക് തന്നെ പതിവെച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് പതിവെച്ചതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇത് മൾബറി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. നമ്മുടെ ഇവിടെ മൾബറി ഉണ്ട്, ധാരാളം മൾബറി വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത് കൂടുതലായിട്ടും ഈ പട്ടുനൂല് വളർത്താൻ വേണ്ടിയിട്ട് പട്ടുനൂൽ പുഴുക്കൾ ആണ് അതിൻ്റെ ഇല തിന്നുന്നത്. അങ്ങനെ വളർത്താൻ വേണ്ടിയിട്ടാണ് മൾബറി പിടിപ്പിച്ചത്. പക്ഷേ ഈ മൾബറി അങ്ങനെയല്ല, ഇത് പാകിസ്ഥാൻ മൾബറിയാണ്. പാകിസ്ഥാനിലെ ഒരു മൾബറിയാണ്, പക്ഷേ നല്ല ടേസ്റ്റുള്ള മൾബറിയാണ്. ഇത് ആദ്യമായിട്ട് ഇത് നട്ടിട്ട് കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ മൾബറിയുടെ പ്രത്യേകം വെച്ചാൽ ഒത്തിരി നീളമുണ്ട് ഇതിൻ്റെ ഫ്രൂട്ട്സിന്. ഇത് ധാരാളമായിട്ട് കായ്ക്കും. ഇത് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ കായ്ച്ചു വന്നതേ ഉള്ളൂ. ഇത് ഈ ഫ്രൂട്ട്സിന് പറയുന്നത് ബെയർ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സാണ്. ഇത് ആപ്പിളിൻ്റെ മോഡലാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ്. നല്ല ചെറിയ പുളിയും ചെറിയ മധുരത്തോടു കൂടിയ തിന്നാനായിട്ട് നല്ല ഒരു ഫ്രൂട്ട്സാണ്. ഇത് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇത് ഇപ്പോൾ എപ്പോഴും പൂവുണ്ടെങ്കിലും മഴക്കാലത്ത് പൂവ് കായാകുകയല്ല. വേനൽക്കാണ് ഇതിൽ നിറച്ചും കായാകുന്നത്. നിറച്ചും കായ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ട്സാണ് ഈ ബെയർ ആപ്പിൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ചെറിയ കായ ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം ഈ മഴ പെയ്തതോടുകൂടി അതെല്ലാം പൊഴിഞ്ഞു പോയി. ഇനിയിപ്പം മഴക്കാലം കഴിയുമ്പോഴത്തേക്കും ഇത് നിറച്ചും കായാകും. ഈ ഫ്രൂട്ട്സ് മാങ്കോസ്റ്റിൻ എന്ന് പറയുന്ന ഫ്രൂട്ട്സാണ്. ഇത് കേരളത്തിലെ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു ഫ്രൂട്ട്സാണ് മാങ്കോസ്റ്റിൻ. ഒത്തിരി നല്ല ടേസ്റ്റുണ്ട്. ഫ്രൂട്ട്സ് കടയിലൊക്കെ മാങ്കോസ്റ്റിൻ മേടിക്കാനും കിട്ടും. ഇതിന് മറ്റൊരു പഴങ്ങളുടെ റാണി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് ഏകദേശം ഒരു 7-8 വർഷമായ മാങ്കോസ്റ്റിനാണ്. നല്ല വളക്കൊടുപ്പുള്ള വേനൽക്കാലത്തൊക്കെ നനയ്ക്കുന്നതുകൊണ്ട് വളരെ നല്ല ഹെൽത്തി ആയിട്ട് ഇത് വളർന്നിട്ടുണ്ട്. നിറച്ചും ശരാശരി എല്ലാ വർഷവും തന്നെ നിറച്ച് ഇത് കായ്ക്കാറുണ്ട്. ഒരു കിണ്ടലോ 1.5 കിണ്ടലൊക്കെ ഫ്രൂട്ട്സ് ശരാശരി ഇത് വർഷം കിട്ടുന്നതാണ് ഇതിൽ നിന്ന്. ഇത് റംബുട്ടാൻ എന്ന് പറയുന്ന ഫ്രൂട്ട്സിൻ്റെ ഒരു വിഭാഗമാണ്. സ്കൂൾ ബോയ് എന്ന് പറയും. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട്സാണ്. പക്ഷേ ഇത് സാധാരണ N18 പോലെയുള്ള ഫ്രൂട്ട്സിന് അത്രയും വലിപ്പമില്ലെങ്കിലും ടേസ്റ്റിയുടെ കാര്യത്തിൽ വളരെ നല്ല മധുരമുള്ള ഒരു റംബുട്ടാനാണിത്. സ്കൂൾ ബോയ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മധുരമാണിത്. ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പീനട്ട് ബട്ടർ എന്ന് പറയും. ഒത്തിരി ടേസ്റ്റ് ഇല്ല, പക്ഷേ എന്ന് വെച്ചാൽ മറ്റേ അരുചിയൊന്നുമില്ല, നമുക്ക് കഴിക്കാനായിട്ട് കൊള്ളാം. നിലക്കടലയുടെ ഒരു ടേസ്റ്റാണ് ഇത്. ഇതിൻ്റെ തൊണ്ടോടുകൂടി നമുക്ക് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ട്സ്. പിന്നെ ഇത് ഓൾ സീസണാണ്. ഇത് മിക്ക സമയത്തും പൂവുണ്ടാകുകയും കായ ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഉണ്ടായാലിങ്ങനെ കൊല പോലെ നന്നായിട്ട് പിടിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ് പീനട്ട് ബട്ടർ. ചെറുപ്പത്തിലേ കായ്ക്കും. ചെറിയ കുറ്റിച്ചെടി ആകുമ്പോഴത്തേക്ക് തന്നെ ഇതിലെ കായ ഉണ്ടാകും, പീനട്ട് ബട്ടറിലെ കായ ഉണ്ടാകും. പിന്നെ ഹൈറ്റായിട്ട് പോകുമ്പോൾ ഇത് വെട്ടി വിട്ടാച്ചാൽ മതി. വെട്ടി വിട്ട് കഴിഞ്ഞാൽ തളർത്തി വരുമ്പോൾ അപ്പോൾ തന്നെ പൂവും കായുമായിട്ട് ഇത് വരും.